റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ സീറോസും അതുപോലെ തന്നെ കോയഫിഷ്യൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ ആദ്യം നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് കേട്ടോ നമ്മൾ. 2x² മൈനസ് 8x പ്ലസ് 6 ഇതാണ് പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ ഇത് മൊത്തം ആഡ് ചെയ്ത് ഇത് സബ്സ്ട്രാക്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈസ് ഈക്വൽ ടു 0 കിട്ടണം. അങ്ങനെ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തിൻ്റെ വാല്യൂ നമുക്കറിയില്ല, എക്സിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സീറോസ് അല്ലെങ്കിൽ റൂട്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറ്. ഓക്കെ, എന്താവാനായിട്ട് ഈ മൊത്തം ഇക്വേഷൻ 0ലേക്ക് എത്തണമെങ്കിൽ ഏതൊക്കെ വാല്യൂ കൊടുത്താൽ, ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് 2 സീറോസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 2 റൂട്ട്സ് ആണ്. സീറോസ് എന്ന് പറയുന്നത് റൂട്ട്സ് എന്ന് പറയുന്നത് ഒരാളെയാണ്. അപ്പോൾ 2 സീറോസ് അല്ലെങ്കിൽ 2 റൂട്ട്സ് ആണ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാവുക. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ 2 സീറോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് സീറോസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നും എക്സ് ഈസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് റൂട്ട്സ് എന്ന് തന്നിട്ടുണ്ട്, റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിലെ കോയഫിഷ്യൻസ് എന്താണ് ഈ കോയഫിഷ്യൻറ്റ്? ഈ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെയുള്ള ആൾ, അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള ആളെയാണ് എക്സിൻ്റെ കോയഫിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരാണ്? -8 ഇവിടെ. ഇനി x² കൂടെയുള്ള ആൾ എന്ന് പറഞ്ഞാൽ കോയഫിഷ്യൻ്റ് ഓഫ് x², അതാണ് ഇവിടെ 2. ഓക്കെ, x² കോയഫിഷ്യൻ്റ് ആണ് 2. അപ്പോൾ നമുക്ക് 2 കോയഫിഷ്യൻസ് എന്തൊക്കെയാണെന്ന് കിട്ടി, ദെൻ 2 റൂട്ട്സ് എന്താണെന്ന് കിട്ടി. ഇനി ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ആദ്യം നമുക്ക് 2 റൂട്ട്സിനെയും അല്ലെങ്കിൽ 2 സീറോസിനെയും സമ്മ് ചെയ്യാം. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x². നമുക്ക് എന്താണ് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത്? 1ഉം 3ഉം ആണ്. ഓക്കെ, ഇനി മൈനസ് ഓൾറെഡി ഇക്വേഷനിലുണ്ട്. കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് -8 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ -8 ആണ്. നമുക്ക് നോക്കൂ, കണ്ടോ ഇക്വേഷനിൽ ഇവിടെ -8 ആണ്. -8 ആണ് കോയഫിഷ്യൻ്റ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ -8 ആണ് തന്നിരിക്കുന്നത്. ഇക്വേഷനിൽ ഓൾറെഡി മൈനസ് ഉണ്ട്. ഓക്കെ, ഇനി കോയഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്യൂ. 4 മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പോസിറ്റീവ് 8ആയി, ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 4 തന്നെ കിട്ടും അല്ലേ? അതായത് 4 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതാണ് ഈ റിലേഷൻഷിപ്പ്. അത് അവരുടെ സീറോസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x². ഇതാണ് ഒരു റിലേഷൻഷിപ്പ്. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു -x. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഷോർട്ട് വിളിക്കാം. എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ബി ആണ് അല്ലേ? അപ്പോൾ -b/a. x² കോയഫിഷ്യൻ്റ് നമ്മൾ a എന്നാണ് വിളിക്കാറ്. സോ സം ഓഫ്, നമുക്കതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാം. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു -b/a അല്ലേ? ഇനി അടുത്തത് നമുക്ക് മറ്റൊരു ബന്ധം നോക്കാം. സമ്മ് നോക്കി കഴിയുമ്പോൾ അടുത്തത് പ്രൊഡക്റ്റാണ്. എന്താണ് ഇത് തമ്മിൽ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? ഓക്കെ, അതായത് 1 × 3 ഇതാണ് പ്രൊഡക്റ്റ് അല്ലേ? 2 സീറോസിൻ്റെയും പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടേം ഇക്വേഷനിൽ ഏതാണോ കോൺസ്റ്റൻറ്റ് ടേം അത് ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x². 1 × 3 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടേം ഏതാണ് നമ്മുടെ ഇക്വേഷനിൽ? ഒന്ന് നോക്കാം നമുക്ക് അല്ലേ? കോൺസ്റ്റൻറ്റ് ടേം 6 ആണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടേം 6 ആണ് നമുക്ക് കിട്ടി. 6 ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x² 2 ആണ്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 3 ഈസ് ഈക്വൽ ടു 6/2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. ദാറ്റ് മീൻസ് 3 ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ a എന്നാണ് നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ 2 ഇക്വേഷൻ പഠിച്ചു. ഒന്ന് സം ഓഫ് റൂട്ട്സ്, അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ അല്ലേ? സം ഓഫ് റൂട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് -b/a എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദെൻ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണെങ്കിൽ c/a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² കിട്ടും. ഓക്കെ, നമുക്ക് രണ്ട് സീറോസിനെ ആൽഫ എന്ന് പറയുന്ന ഒരു സീറോയും ബീറ്റ എന്ന് പറയുന്ന രണ്ടാമത്തെ സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a എന്നും ആൽഫ എന്ന് പറയുന്ന ആദ്യത്തെ സീറോയും ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു c/a എന്നും രണ്ട് ഫോമുലയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. ഈ ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² + 7x + 10 ആൻഡ് വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. p(x) ഈസ് ഈക്വൽ ടു x² + 7x + 10. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻസും അതുപോലെ തന്നെ റൂട്ട്സും തമ്മിലുള്ള സീറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എങ്ങനെയാണ് റൂട്ട്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു സീറോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്ന മെത്തേഡാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? അത് സാധാരണ നമുക്ക് ax² + bx + c, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ലേ. ഇതിൽ bx എന്ന് പറയുന്നതാണ് മിഡിൽ ടേം. അതായത് എക്സിൻ്റെ ടേം വരുന്നത്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്ന അല്ലെങ്കിൽ എക്സിൻ്റെ ടേം വരുന്ന ആ പോർഷനാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. ആ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് 7x സ്പ്ലിറ്റ് ചെയ്യാണ് വേണ്ടത്. 7xനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5ഉം 2ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 6ഉം 1ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ 6x 1x 5x 2x അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 4x + 3x അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്, ഏത് സ്പ്ലിറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കോൺസ്റ്റൻറ്റും ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ x² കോഎഫിഷ്യൻ്റാണ്. x² കോഎഫിഷ്യൻറ്റ് 1 ആണ്. 1 × 10 10 അല്ലേ. 1 × 10 എന്ന് കിട്ടി. പിന്നെ ഇതിൻ്റെ മിഡിൽ ടേമിൽ 7 നമുക്ക് 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ നടുക്കിലെ ആളെ ആഡ് ചെയ്താൽ നമുക്ക് നടുക്കിലെ ആളെ കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്താൽ ഈ തെറ്റത്തുള്ള ഒരാളെ കിട്ടണം നമുക്ക്. ഓക്കെ, ആഡ് ചെയ്താൽ നമുക്ക് 7 എന്നുള്ളതും മൾട്ടിപ്ലൈ ചെയ്താൽ 10ഉം കിട്ടണം. അങ്ങനെ രണ്ട് നമ്പേഴ്സ് വേണം നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൽ എടുക്കാനായിട്ട്. അതാണ് ഇവിടുത്തെ സൂത്രം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്താൽ 7 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അത് നമുക്കൊന്ന് നോക്കാം. 5 + 2 7 കിട്ടും അല്ലേ. ഇനി 4 + 3 7 കിട്ടും അല്ലേ. പക്ഷേ 4 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 3 12 ആവും. ഓക്കെ, പക്ഷേ 5 × 2 ഇനി 6 + 1 എന്ന് പറയുന്നതും 7 ആണ്. പക്ഷേ 6 × 1 എന്ന് പറയുന്നത് എന്താണ്? 6 തന്നെയാണ്. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലത്തും 5 × 2 എന്നെടുത്താൽ 10 കിട്ടും. 5 + 2 എന്നെടുത്താൽ 7 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണിത് 5ഉം 2 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിഹ്നമാണ്. ഇവിടെ പ്ലസ് ആണ് നമുക്ക് വേണ്ടത്. +7 ആണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ +10 ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. 5 + 2 അതുപോലെ തന്നെ 5 × 2 ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് ആളെ വേണം എന്ത് ചെയ്യാനായിട്ട്? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി പ്രോസസ്സ് നമുക്ക് നോക്കാം. x² + 7x + 10 അതിനെ x² + 5x + 2x + 10 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഈ രണ്ട് ടേമും ആദ്യത്തെ രണ്ട് ടേമും ലാസ്റ്റ് രണ്ട് ടേമും ഇവരെ ഒന്ന് കോമൺ പുറത്തെടുക്കാം എന്നുള്ള അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, x² + 5x + 2x + 10 ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ പുറത്തെടുക്കാം. അപ്പോൾ ഇതിൽ രണ്ട് കോമൺ ആയിട്ടുള്ളത് എക്സ് മാത്രമാണ്. 5ൻ്റെ ഇവിടെ വേറെ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. സോ എക്സ് മാത്രമാണുള്ളത്. അപ്പോൾ എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഓക്കെ, x² നിന്ന് എക്സ് ഡിവൈഡ് ചെയ്ത് പോവാം. x² നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? എക്സ്. ഓക്കെ, പ്ലസ് ഇനി 5xൽ നിന്ന് എക്സ് പുറത്ത് പോകണം അല്ലേ. അപ്പോൾ എക്സ് പുറത്ത് പോയാൽ ബാക്കി 5 ആണുള്ളത്. ഓക്കെ, ഇനി ഇതിൽ രണ്ടിൽ നിന്ന് നോക്കൂ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിളാണ് 10. അപ്പോൾ 2 പുറത്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഇല്ല. അപ്പോൾ എക്സ് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2നെ നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, 2നെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2xൽ നിന്ന് 2നെ പുറത്തെടുത്താൽ 2 കട്ട് ഷോട്ട് ചെയ്ത് ബാക്കി എക്സ് ആണ്.
ഓക്കെ, ഇനി 10ൽ നിന്ന് 2നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 5ആണുള്ളത് അല്ലേ? അപ്പോൾ +5 ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ പുറത്ത് കിടക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ബ്രാക്കറ്റിൽ 2 പേരെയും സെയിം കിട്ടണം. അങ്ങനെ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയായി എന്നുള്ളതാണ്. ഒരു പരിധി വരെ നമ്മുടെ പ്രോബ്ലം ശരിയായി എന്നുള്ളതാണ്. ഈ 2 ബ്രാക്കറ്റിലും ഒരേ സംഖ്യകളും ഒരേ ചിഹ്നവും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത് ശരിയാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പുറത്തുള്ള 2 പേരെ നമ്മൾ ഒന്നിച്ച് എഴുതണം. x+2 പോസിറ്റീവ് ആയതുകൊണ്ട് x+2. ഇനി ബ്രാക്കറ്റിലുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാം? x+5 അതിന് ഒരാളെ എടുത്തു. ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് നമ്മുടെ മുന്നത്തെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, x² + 7x + 10, ഈ ഇക്വേഷനിൽ കിട്ടും. ഈ ഇക്വേഷൻ്റെ 2 ലീനിയർ സ്പ്ലിറ്റ്, അതായത് 2 ഫാക്ടേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചത് ആരെയാണ്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 ഫാക്ടേഴ്സിനെയാണ്. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലീനിയർ ഇക്വേഷൻ, ഇത് 2 ലീനിയർ ഇക്വേഷനാണ് അല്ലേ? ഈ 2 ലീനിയർ ഇക്വേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ചെയ്യാം അല്ലേ? ഇത് =0 ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, =0 ചെയ്താൽ x+2, ഇത് ഈ മൊത്തം സംഖ്യ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 0 ആയി പോകും അല്ലേ? അപ്പോൾ x+2 = 0 കിട്ടും. അതുപോലെ നമ്മൾ വിചാരിക്കുകയാണ് ഈ x+5നെ ഇവിടെ നിർത്തി. ഓക്കെ, എന്നിട്ട് ഈ മൊത്തം ഈ സംഖ്യ x+2 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ 0ൻ്റെ അടുത്ത് പോയാൽ അതും അവിടെ 0 ആയി പോകും. ദാറ്റ് =0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്ത് എത്ര കിട്ടും? x+2 = 0, x+5 = 0 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ x ഈ +2 ഇങ്ങോട്ട് പോകുമ്പോൾ -2 അല്ലേ? അതുപോലെ തന്നെ +5 ഇങ്ങോട്ട് പോകുമ്പോൾ -5 എന്നാണ് കിട്ടുക. അതായത് 2 റൂട്ട്സ് നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എക്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാണ് നമ്മളുടെ ഇക്വേഷൻ? x² അല്ലേ? x² + 7x + 10. ഈ പോളിനോമിയലിൻ്റെ 2 റൂട്ട്സാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. x = -2, x = -5. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് നോക്കാം. കോഎഫിഷ്യൻ്റ് ആരാണ്? a = 1, b = 7, ദെൻ c = 10 അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് റൂട്ട്സ് കിട്ടി. റൂട്ട്സ് എന്താണ് കിട്ടിയത്? x = -2, ദെൻ x = -5. ഇനി a = നമുക്ക് എത്ര കിട്ടി? 1 ആണ്. b = 7 കിട്ടി. ദെൻ c = 10 കിട്ടി. ഇനി നമുക്ക് റൂട്ട്സും കോഎഫിഷ്യൻസും തമ്മിൽ റിലേഷൻ വെരിഫൈ ചെയ്യാം. ഈ റിലേഷനും കൂടെ വെരിഫൈ ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടുപിടിച്ച റൂട്ട്സ് കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതാം അല്ലേ? α + β = -b/a. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. അപ്പോൾ ആൽഫ എന്താണ്? -2 + -5 -b. മൈനസ് ഓൾറെഡി ഉണ്ട്. b എന്ന് പറയുന്നത് 7 ആണ്. / a എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, -2 -7 -2 -5 കിട്ടുമ്പോൾ -7 കിട്ടി. ദെൻ -7/1 എന്ന് പറയുന്നത് -7 തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ വെരിഫൈഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വെരിഫൈ ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? α β ദാറ്റ് ഈസ് ഈക്വൽ ടു c/a. ഇതാണ് ഇക്വേഷൻ അല്ലേ? ആൽഫ എന്ന് പറയുന്നത് -2 × -5, c എന്ന് പറയുന്നത് 10 ആണ്, a എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ -× +2 × 5 10. അപ്പോൾ 10/1 10. അപ്പോൾ നോക്കൂ, അതും വെരിഫൈഡ് ആയി അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സീറോസ് കറക്റ്റാണ്. ഈ ഭാഗത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ x² - 3 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ x² - 3 എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഈ തന്നിരിക്കുന്ന ഈ പോളിനോമിയലിൻ്റെ സീറോസും, അതായത് സീറോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് സീറോസും അതുപോലെ തന്നെ കോഎഫിഷ്യൻസ് തമ്മിലുള്ള ഇക്വേഷൻസ് നമ്മൾ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. x² - 3 നമുക്ക് 3 ടേമൊന്നുമില്ല, 2 ടേമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളൊരു ഫോർമുല നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. a² - b². a² - b² = a - b × a + b. ഇങ്ങനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈ ഫോർമുല ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ x² ഇത് സ്ക്വയർ ആക്കി എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? √3 × √3 ആണ് എന്ത്? 3 അല്ലേ? അപ്പോൾ നമുക്ക് √3² എന്നിടാം, ഹോൾ സ്ക്വയർ എന്നിടാം. അങ്ങനെയാണെങ്കിൽ
നമുക്ക് എന്താണ് ഇവിടെ ആൻസർ കിട്ടുക? ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് √3 ഹോൾ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ a² - b² എക്സ് മൈനസ് √3 ഇൻറ്റു എക്സ് പ്ലസ് √3. ഓക്കെ, അതായത് ഈ രണ്ട് ലീനിയർ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? അതായത് എക്സ് മൈനസ് √3 ഈസ് ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു √3 എന്നുള്ളതാണ് ഒരു റൂട്ട്. അടുത്തത് എക്സ് പ്ലസ് √3 എന്ന ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് √3 എന്നുള്ളതാണ് അടുത്ത സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സീറോസ് 1, ഇത് സീറോസ് 2. അപ്പോൾ 2 റൂട്ട് അല്ലെങ്കിൽ 2 സീറോസ് നമുക്ക് കിട്ടി. ഇനി ഇത് വെരിഫൈ ചെയ്യാം അല്ലേ? നമ്മളുടെ ഇക്വേഷൻ എന്താണ്? x² - 3 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻ അപ്പോൾ ax² - bx + bx + c എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ x² - 0 അല്ലേ? 0x x² + 0x - 3 ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ a = 1 ആണ്, b = 0 ആണ്, ആൻഡ് z = 3 ആണ്. നമുക്ക് 2 റൂട്ട് കിട്ടിക്കഴിഞ്ഞു. x = -√3 ആൻഡ് x = +3 ഓക്കെ. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക അല്ലേ? എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ ദാറ്റ് ഈസ് ഇക്വൽ ടു c/a എന്ന് പറഞ്ഞാൽ √3 -√3 ഇൻറ്റു +√3 ദാറ്റ് മീൻസ് -3 അല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു c/a എന്ന് പറഞ്ഞാൽ c എന്താണ്? നമുക്കിവിടെ -3 ആണ് c അല്ലേ? അപ്പോൾ -c എന്ന് പറയുന്നത് -3 ആണ്, ഡിവൈഡ് ബൈ a എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ -3 ആണ് ഉത്തരം. അപ്പോൾ അത് വെരിഫൈഡ് ആയി അല്ലേ? വെരിഫൈഡ് ആണ്. ഇനി അടുത്തത് ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ആണ് അല്ലേ? b എന്ന് പറയുന്നത് നമുക്കിവിടെ 0 ആണ് മൊത്തത്തിൽ. അപ്പോൾ -0 എന്ന് പറയുന്നതും എന്താണ്? 0 തന്നെയാണ്. ഡിവൈഡ് ബൈ a എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കത് 0 തന്നെയാണ് ആൻസർ കിട്ടാൻ പോകുന്നത്. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? -√3 +√3 അല്ലേ? പ്ലസ് ചെയ്യണം +√3 -√3 പ്ലസ് ചെയ്യണം +√3. എന്താ ആൻസർ വരിക? ഒരു മൈനസും ഒരു പ്ലസും കൂട്ടി കഴിയുമ്പോൾ 0 കിട്ടും. അപ്പോൾ രണ്ടും 0 കിട്ടി അല്ലേ? അപ്പോൾ അതും നമുക്ക് എന്തായി? വെരിഫൈഡായി. ഓക്കെ, ഈ ഭാഗത്ത് ഈ 2 ഫോർമുലയാണ് ഈ ചാപ്റ്ററിൽ, പോളിനോമിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സീറോസ് എന്താണ്, സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് സീറോസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അതിനെ വെരിഫൈ ചെയ്യാനുള്ള 2 ഫോർമുല. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ നോക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബേസിക് ടേംസ് അറിയാമെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? x - 3 x + 2 അല്ല x - 2 x + 2 എന്നൊക്കെ എഴുതുന്നതിനെയാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 ലീനിയർ ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും? x⁻² എന്നുള്ള ഇക്വേഷൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ x⁻² + 2x + 3 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ എത്ര സീറോസ് ഉണ്ടാവും? 2 സീറോസ് ഉണ്ടായിരിക്കും. ഇതെന്താണ്? ഇതൊരു സിംഗിൾ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ x - 3 = 0 ഇടുമ്പോൾ x = 3 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷന് x⁻1 ആണ് ഡിഗ്രി അല്ലെങ്കിൽ എക്സ്പോണൻറ്റ്. അപ്പോൾ ഡിഗ്രി ഓഫ് ദ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ആണ്. അവിടുത്തെ സീറോസിൻ്റെ എണ്ണവും 2 ആണ്. ഇനി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളൊരു ഇതെന്ന് പറയുന്നത് ക്യൂബിക് പോളിനോമിയലാണ്. അപ്പോൾ ക്യൂബിക് പോളിനോമിയൽ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. x³ - 3x² + 2x + 3 ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? ഹയസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഈ ഹയസ്റ്റ് എക്സ്പോണൻ്റ് ആണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 3. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര റൂട്ട്സ് ഉണ്ടായിരിക്കും? 3 റൂട്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ 3 സീറോസ് ഉണ്ടാവും. റൂട്ട്സ് എന്ന് പറയുന്നതും സീറോസ് പറയുന്നതും ഒന്നാണെന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അതായത് 3 ലീനിയർ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. 3 ലീനിയർ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ x⁻³ എന്ന് പറയുന്ന ക്യൂബിക് പോളിനോമിയൽ നമുക്ക് കിട്ടുക. നമുക്ക് ഈ ചാപ്റ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരെയാണ് ഇക്വേഷൻസ് ഉള്ളൂ. മൂന്നാമത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പോർഷൻസ്. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആൽഫ ഇൻറ്റു ബീറ്റ, ദെൻ ആൽഫ പ്ലസ് ബീറ്റ, ഈ 2 ഫോർമുലയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ് കേട്ടോ.